വെൽക്കം ടു ജെഎൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം. PSC വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 184/23. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? ഓപ്ഷൻ സി ചങ്ങമ്പുഴ. ഓപ്ഷൻ സി ചങ്ങമ്പുഴ. 2. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ ജൂൺ 5. ജൂൺ 5. 3. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിന്റെ ദേശീയ പക്ഷിയാണ് ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് 2028 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസിലാണ്. പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. 5. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ഓപ്ഷൻ ബി വയനാട്. 6. ചോദ്യം, മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത്? രാമേശ്വരം. ഓപ്ഷൻ സി രാമേശ്വരം. 7. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. ഓപ്ഷൻ എ ചാൾസ് ബാബേജ്. 8. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോ. ഓപ്ഷൻ ഡി കൊളംബോ. 9. ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 10. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ശ്രീമതി വീണ ജോർജ്. ഓപ്ഷൻ സി ശ്രീമതി വീണ ജോർജ്. 11. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. മാരുതി ഉദ്യോഗ്, അമൂൽ, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2 അമൂൽ. 12. ചോദ്യം, സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 ശരിയല്ല. ഓപ്ഷൻ ഡി 2 ശരിയല്ല. 13. ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക വാദത്തിന്റെ പേര് തിരിച്ചറിയുക. സൂചനകൾ: ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലൂ ആണ്. പ്രാദേശിക വാദത്തിന്റെ പേര് ലൂ. 14. ചോദ്യം, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം എന്ന് തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1 മാത്രം, ഉത്തരായന രേഖ. ഓപ്ഷൻ എ 1 മാത്രം, ഉത്തരായന രേഖ. 15. പ്രസ്താവന: പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന: മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. മേൽ സൂചനകളിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 3. പെരിയാർ, താപ്തി എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. 16. ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹി. ഓപ്ഷൻ ബി ഡൽഹി. 17. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ന്യൂഡൽഹി വാരണാസി. ഓപ്ഷൻ എ ന്യൂഡൽഹി വാരണാസി. 18. ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഓപ്ഷൻ എ ബംഗ്ലാദേശ്. 19. ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2. 20.
ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. നെവശേവ, പാരാദീപ്, ഹാൽഡിയ, കണ്ല. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 ഉം 4 ഉം. 1 ഉം 4 ഉം. നെവശേവ, കണ്ല. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി നവംബർ 26. നവംബർ 26. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഓപ്ഷൻ എ അനുച്ഛേദം 21A. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? 2013. ഓപ്ഷൻ ബി 2013. 25. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഓപ്ഷൻ ഡി ഇന്ത്യ. 26. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതി. 27ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഓപ്ഷൻ ഡി ഹൈക്കോടതി. ഓപ്ഷൻ ഡി ഹൈക്കോടതി. 28. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ഭാഗം 4A. ഭാഗം 4A. 29ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 19. അനുച്ഛേദം 19. 30. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10. ഓപ്ഷൻ ഡി ഡിസംബർ 10. 31. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ഓപ്ഷൻ എ 1930. 32ാമത്തെ ചോദ്യം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ഓപ്ഷൻ ബി ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. 33. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിട്ടുള്ളത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം ചന്ദ്രൻ, ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഇതില് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A, B, C. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്, അതുപോലെ ഉപഗ്രഹം ചന്ദ്രൻ. ആൻസർ ഓപ്ഷൻ ഡി. എയും ബിയും സിയുമാണ് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഇവിടെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, അതുപോലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം വരുന്നത് ശുക്രനാണ്. 34. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. അപ്പൊ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. ഇത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഓപ്ഷൻ ഡി പാലക്കാട്. 35. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ. 36. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ. ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ. 37. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആൻസർ ഓപ്ഷൻ എ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. 39ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 40. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ ബി കേസരി. ഓപ്ഷൻ ബി കേസരി. 41. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ തന്നിട്ടുള്ളത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം,
മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 2ഉം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. അന്നപൂർണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ ഡി. 42 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ബെസന്റ്. ഓപ്ഷൻ ബി ആനി ബെസന്റ്. 43 ചോദ്യം 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. ഓപ്ഷൻ സി അഭിലാഷ് ടോമി. ഓപ്ഷൻ സി അഭിലാഷ് ടോമി. 44 സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. 45 ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ആനമുടി. ഓപ്ഷൻ സി ആനമുടി. ഇതിന്റെ ഉയരം 2695 മീറ്റർ ആണ്. 46 ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് BR അംബേദ്കർ. BR അംബേദ്കർ. 47 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്. ആൻസർ ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാരഗുരുദേവൻ. 48 ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്. ആൻസർ ഓപ്ഷൻ ഡി മിന്നു മണി. ഓപ്ഷൻ ഡി മിന്നു മണി. 49 ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്. തന്നിട്ടുള്ളവ ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. സബ്സിഡി കുറയ്ക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉമാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. 50 വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. അയ്യങ്കാളി. ഓപ്ഷൻ എ അയ്യങ്കാളി. 51 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്. ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 52 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. 53 ചോദ്യം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആര്. നിക്കോളാസ് കോപ്പർനിക്കസ്. ഓപ്ഷൻ ബി നിക്കോളാസ് കോപ്പർനിക്കസ്. 54 ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 55 ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്. ഓപ്ഷൻ സി ഇടമലക്കുടി. ഓപ്ഷൻ സി ഇടമലക്കുടി. 56 ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം. ഓപ്ഷൻ ബി ജൂൺ 5. 57 ചോദ്യം ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്. MN ഷംസീർ. ഓപ്ഷൻ എ MN ഷംസീർ. 58 ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ. ആൻസർ ഓപ്ഷൻ സി അരുണ ആസഫ് അലി. ആൻസർ ഓപ്ഷൻ സി അരുണ ആസഫ് അലി. 59 ചോദ്യം സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം. കുട്ടനാട്. ഓപ്ഷൻ ഡി കുട്ടനാട്. 60 കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജഹാംഗീർ. ഓപ്ഷൻ സി ജഹാംഗീർ. 61 ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്. സ്റ്റേപ്പിസ്. ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. 62 ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്. ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സി.
63 എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ സി ബാക്ടീരിയ. ഓപ്ഷൻ സി ബാക്ടീരിയ. 64 മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി. ഓപ്ഷൻ എ മൃതസഞ്ജീവനി. ഓപ്ഷൻ എ മൃതസഞ്ജീവനി. 65 വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ ബി ജലദോഷം. ഓപ്ഷൻ ബി ജലദോഷം. 66 ചോദ്യം 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമേ? ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ്. ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ്. 67 താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവലേത്? ഓപ്ഷൻ ബി പ്രിയങ്ക. ഓപ്ഷൻ ബി പ്രിയങ്ക. 68 ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ്. ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. സെറികൾച്ചർ സിൽക്ക് ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ്. ക്യൂണിക്കൾച്ചർ മുയലിനെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ്. പിസിക്കൾച്ചർ മത്സ്യം. അപ്പൊ ഇവിടെ തേനീച്ച വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് എപ്പിക്കൾച്ചർ. ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. 69 ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. 70 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പീച്ചി. ഓപ്ഷൻ ബി പീച്ചി. 71 ചോദ്യം ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളവ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി വരുന്നത് 2ഉം 3ഉമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. 72 പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ആൻസർ ഓപ്ഷൻ ബി. 73 ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിട്ടുള്ളത് നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. ഗന്ധമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല, നിറമുണ്ട്. കത്താൻ സഹായിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നു, ഗന്ധമുണ്ട്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറം ഇല്ല. 74 അലൂമിനിയത്തിന്റെ അയിര് ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ ബോക്സൈറ്റ്. ആൻസർ ഓപ്ഷൻ എ ബോക്സൈറ്റ്. 75 കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? മഞ്ഞ. ഓപ്ഷൻ എ മഞ്ഞ. 76 ചോദ്യം മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളവ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇവിടെ ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. 77 വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. 78 ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഓപ്ഷൻ ബി സ്ഥാനാന്തരം. 79 ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ. ഓപ്ഷൻ സി ജൂൾ. 80 ചോദ്യം വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ
തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 3. പ്രസ്താവന 3 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇനിയും വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നോക്കാം. 81ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.01. ഓപ്ഷൻ സി. 82ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 83 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 85 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 86ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 87 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 900. 88 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 89 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 2700 മീറ്റർ. 91 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 26. ഓപ്ഷൻ സി 26. 92 ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. 93ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 74. 94 ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 96ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 97ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 98ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 40. ഓപ്ഷൻ ബി 40. 99ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി കണ്ണുകൾ. ഓപ്ഷൻ സി കണ്ണുകൾ. ലാസ്റ്റ് ചോദ്യം 100ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.